അതിരാവിലെ തന്നെ വീടിൻ്റെ മുറ്റത്തൂടെയും പറമ്പിലൂടെയൊക്കെ നടക്കുന്നത് വേറൊന്നിനുമല്ല, ഒരു ടോണർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. ഈ പുളിഞ്ചി കൊണ്ട് നട്ടിട്ട് 2 വർഷമായി. ഇപ്പോഴാണ് ആളൊന്ന് പൊങ്ങി തുടങ്ങിയത്. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ വാഴകൾക്കും വളമിട്ട് കൊടുക്കുന്നത് ഇവിടുത്തെ ആടിൻ്റെ ഒരമാണ്. നമ്മളെ ടോണർ ഉണ്ടാക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് കറിവേപ്പിലയാണ്. അപ്പോൾ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില തന്നെയാണ് ഞാൻ എടുത്തത്. അതിൽ കുറവായിരുന്നു, അതുകൊണ്ട് പുറത്തുനിന്ന് കുറച്ചെടുത്തു. then നമുക്ക് വേണ്ടത് അലോവേര ഞാൻ നേരത്തെ പറിച്ച് വെച്ചിരുന്നു. അപ്പോൾ അത് പറിക്കുകയല്ല, അത് വെട്ടിയെടുത്തതാണ്. അതിന് മഞ്ഞ കറയൊക്കെ പോയി. എന്നിട്ട് ഇതാണ് ഒരുപാട് നാളെ ആടി ഉപയോഗിക്കാത്ത ഞങ്ങളുടെ തുണിയവുന്ന കല്ലാണ്. അപ്പം ഈ തുണിയവുന്ന കല്ലിനെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മുടെ അലോവേരയും കറിവേപ്പിലയും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തു. എന്നിട്ട് കറിവേപ്പിലേനെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഒരു ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ചൂടുവെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഈ അരച്ച് വെച്ച കറിവേപ്പില അതിൽ വെച്ച് അതിനകത്ത് ആ പേസ്റ്റ് അങ്ങനെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ആ ചൂടുവെള്ളം നന്നായിട്ട് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതേസമയം അലോവേരക്കകത്തുള്ള ജെല്ലൊക്കെ എടുക്കുക. ജെല്ല് എടുത്തതിന് ശേഷം നല്ലൊരു വെളിച്ചെണ്ണയും ഏതെങ്കിലും എസെൻഷ്യൽ ഓയിലും യൂസ് ചെയ്യാം. ഞാനിപ്പം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞത് നല്ല കാച്ചിയതാണ് എടുത്തത്. അപ്പോൾ അതിനകത്ത് വേറെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്നിട്ട് ഈ കറിവേപ്പില ഇട്ട് വെച്ച് ഈ വെള്ളം എന്ന് പറയുന്നതും നന്നായിട്ട് അരിച്ചെടുത്ത് ഒരു ബോട്ടിലാക്കുക. ഇങ്ങനെ ഇത് സ്പ്രേ ബോട്ടിലല്ല കേട്ടോ, കോമ്പ് പോലത്തെ. അപ്പോൾ ഇതിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വീക്ക്ലി ത്രൈസ് അങ്ങനെ യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഷേക്ക് ചെയ്യുക. പ്രത്യേകിച്ച് ഷാമ്പു ഒന്നും വെച്ച്